Hello friends, welcome to our YouTube channel Confidence. Previous years GK questions ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 6ാമത്തെ പാർട്ടാണിത്. മുന്നത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോകൾ കൂടുതൽ മികച്ചതാക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കാം ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, ബംഗ്ലാദേശ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. അഫ്ഗാനിസ്ഥാൻ എന്നത് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ചൈന എന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഇവിടുത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. രണ്ടാമത്തെ ചോദ്യം, ഈജിപ്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ്. ഉത്തരം ഓപ്ഷൻ എ, ഹൊസ്നി മുബാറക്. 18 ദിവസം നീണ്ട ജനകീയ പ്രക്ഷോഭമായ അറബ് വസന്തത്തെ തുടർന്നാണ് 2011 ഫെബ്രുവരി 11 അധികാരം ഒഴിഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം, ലോക ഭൗമ ദിനം എന്ന്. ഉത്തരം ഓപ്ഷൻ എ, ഏപ്രിൽ 22. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. മാർച്ച് 15 എന്നുള്ളത് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ സി, മെയ് 24 എന്നുള്ളത് കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നു. സെപ്റ്റംബർ 8 എന്നുള്ളത് ലോക സാക്ഷരതാ ദിനമാണ്. ഇവിടുത്തെ ചോദ്യം ലോക ഭൗമ ദിനം എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ, ഏപ്രിൽ 22. നാലാമത്തെ ചോദ്യം, ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഗലീലിയോ ഗലീലി. സ്വയം നിർമ്മിച്ച ദൂരദർശിനിയിലൂടെ ആദ്യമായി ആകാശ പഠനം നടത്തിയ വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, കോപ്പർനിക്കസ്. ഇദ്ദേഹമാണ് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് ആദ്യമായി വാദിച്ച വ്യക്തി. ഓപ്ഷൻ ബി, APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇവിടുത്തെ ചോദ്യം, ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി, ഗലീലിയോ ഗലീലി. അഞ്ചാമത്തെ ചോദ്യം, അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം. ഉത്തരം ഓപ്ഷൻ ബി, ജനകീയ ആസൂത്രണം. 1996 കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത്. ആറാമത്തെ ചോദ്യം, മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, മെഹബൂബ് ഉൽ ഹഖ്. മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ ഐക്യരാഷ്ട്ര വികസന പദ്ധതിയാണ്. ഏഴാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഉത്തരം ഓപ്ഷൻ ബി, ഊ താങ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രഥമ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത് ഗ്ലാഡിൻ ബെഞ്ച് ആണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇവിടുത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആരാണ് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി, ഊ താങ്. എട്ടാമത്തെ ചോദ്യം, തക്കാളി ലോകത്ത് ആദ്യമായി കൃഷി ചെയ്ത സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക. ഇന്ത്യയിൽ ആദ്യമായി തക്കാളി കൊണ്ടുവന്നതും പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ 1949 രൂപീകൃതമാകാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലക്കാട്. പാലക്കാട് നിലവിൽ വന്നത് 1957 ജാനുവരി 1 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. പത്താമത്തെ ചോദ്യം, എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്?
ഉത്തരം ഓപ്ഷൻ ബി 2002 മാർച്ചിലാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ലോക ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14-നാണ്. ഇവിടുത്തെ ചോദ്യം എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്. ഉത്തരം 2002 മാർച്ച്. 11-ാമത്തെ ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഉത്തരം ഓപ്ഷൻ എ കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്ന അവയവവും കരൾ തന്നെ. 12-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്? ഉത്തരം ഓപ്ഷൻ ബി വരവൂർ. വരവൂറാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1954. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 14-ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ ബി വെല്ലസി. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാർബർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ ബി ഡൽഹൌസി. ബോംബെ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത തുറന്നുകൊടുത്തതും ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറലും ഇദ്ദേഹമായിരുന്നു, ഡൽഹൌസി പ്രഭു. അടുത്തത് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക. കോൺവാലിസ്. ബംഗാളിൽ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഗവർണർ ജനറലാണ് കോൺവാലിസ്. ഇവിടുത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ ഡി വെല്ലസി. 15-ാമത്തെ ചോദ്യം, ഹീരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ് അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൗമ അണക്കെട്ടും ഹീരാക്കുഡ് പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടുത്തെ ചോദ്യം, ഹീരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ മഹാനദി. 16-ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാല ആചാര്യ. ഇവിടുത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. 17-ാമത്തെ ചോദ്യം, പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ഓപ്ഷൻ ബി ഖാദർ. ഇവിടെ ഭംഗർ എന്നുള്ളത് പഴയ എക്കൽ മണ്ണിനെ പറയുന്ന പേരാണ്. ഭംഗർ എന്നത് പഴയ എക്കൽ മണ്ണിനെ പറയുന്നു. ലാറ്ററൈറ്റ് എന്നുള്ളത് മൺസൂൺ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിനെ പറയുന്ന പേരാണ് ഖാദർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 18-ാമത്തെ ചോദ്യം, വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി കാൽ വൈശാഖി. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. മാംഗോ ഷവേഴ്സ്. ഇത് ഒരു ഉഷ്ണകാല കാറ്റാണ്. കേരളത്തിലും കർണാടകയിലും വീശുന്ന ഉഷ്ണകാല കാറ്റാണ് മാംഗോ ഷവേഴ്സ്. അടുത്തത് ഓപ്ഷൻ ബി ചെറി ബ്ലോസംസ്. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ചെറി ബ്ലോസംസ്. അടുത്തത് ഓപ്ഷൻ ഡി ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്നുള്ളത്. ഇവിടുത്തെ ചോദ്യം, വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി കാൽ വൈശാഖി. 19-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ റിഷ്റ. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ലോകത്ത് ചണം ഉത്പാദനത്തിലും കയറ്റുമതിയിലും 1-ാം സ്ഥാനം ബംഗ്ലാദേശിനാണ്.
ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇവിടുത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ, റിഷ്റ. 20ാമത്തെ ചോദ്യം, കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, വി അയ്യപ്പൻ. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PC കുട്ടിക്കൃഷ്ണൻ. അതുപോലെ തന്നെ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് MK മേനോൻ. ഇവിടുത്തെ ചോദ്യം, കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ്. ഉത്തരം VV അയ്യപ്പൻ.